കൊല്ലത്തെ ടൂറിസം കേന്ദ്രമായ മൺട്രോത്തുരുത്തിൽ വീണ്ടും വേലിയേറ്റ ഭീഷണി. പ്രദേശത്ത് റോഡില്ലാത്തത് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. പുലർച്ചെ ആരംഭിക്കുന്ന വേലിയേറ്റത്തിൽ പൊറുതിമുട്ടുകയാണ് ജനങ്ങൾ. മൺട്രോത്തുരുത്തിലെ നെന്മേനി തെക്ക് ഭാഗം മുതൽ തോട്ടുമുഖം വരെയുള്ള പ്രദേശത്തെ ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. വയ്യാത്ത ആളുകളെ കാലൊന്നും ഒരു ഭയങ്കര വിഷയങ്ങളാണ്. വെള്ളത്തിൽ പല പ്രാവശ്യങ്ങളും കവന്നടിച്ചിട്ട് വീണിട്ടുണ്ട് ഞങ്ങളിവിടെ. ഇന്ന് മെനങ്ങാന്ന് വീണ് 15 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ഈ എല്ലാ പ്രാവശ്യങ്ങളും മഴയായാലും വെള്ളമായാലും വേലിയേറ്റമായാലും ഞങ്ങൾ കഷ്ടപ്പെടുകയായി നാട്ടിൽ കിടന്നു. ഞങ്ങൾക്കൊരു വഴി കിട്ടണം, നിർബന്ധമായിട്ട് ഞങ്ങൾക്കൊരു വഴി തന്നാൽ മതി. ഞങ്ങൾക്ക് നടന്നു പോകാനെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. ഈ സുനാമി വന്നതിന് ശേഷം ഞങ്ങളൊരു 10-15 വർഷങ്ങൾ കൊണ്ട് ഈ വെള്ളത്തിൽ കിടന്ന് അയന്തുവാണ്. 3 മാസം ഈ വേലിയേറ്റത്തിൻ്റെ ശല്യം ഇങ്ങനെ ഉണ്ടാകും. പിന്നെ ഞങ്ങൾക്ക് നടന്നു പോകാനൊരു വഴിയില്ല. ഈ ഒരു വഴി വന്നെങ്കിൽ ഞങ്ങൾ വലിയ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കരകയറിയേ. കാരണം കുറച്ച് മണ്ണൊക്കെ മുറ്റത്തൊക്കെ അടിച്ചിടുമ്പോൾ വെള്ളത്തിൻ്റെ ഒത്തിരി കെടുതികൾ കുറയും. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു 10-15 വീട്ടുകാർ വലിയ ദുരിതത്തിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇതുവഴി കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാവില്ല. വെള്ളത്തിലൂടെ യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോയാൽ വസ്ത്രത്തിൽ ചെളി നിറയും. ഞങ്ങൾക്കൊരു വഴി വേണം. യൂണിഫോം ഒക്കെ അവിടെ പോയാൽ ഊഴുന്ന വേറെ അടുത്ത്. പിന്നെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വഴി ഉണ്ടെങ്കിലേ ശരിയാവത്തുള്ളൂ. പാവാട മൊത്തം നനഞ്ഞൊക്കെ പോകുന്നത് ഭയങ്കര പാടാ. വഴി എന്തായാലും വേണം. പതിനഞ്ച് വർഷമായി ഇവിടെ ഇതാണ് അവസ്ഥ. വേലിയേറ്റം ആരംഭിക്കുന്നതോടെ താഴ്ന്ന സ്ഥലമായ പ്രദേശത്തേക്ക് വെള്ളം കയറും. പിന്നെ വേലിയിറക്കം വരെ ഇവിടെയുള്ള ജനങ്ങൾ കാത്തിരിക്കണം. മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ പ്രദേശത്ത് പകർച്ചവ്യാധി ഭീഷണിയുണ്ട്. റോഡില്ലാത്തത് ഈ ദുരിതത്തിന് കാരണമാകുന്നതായും ജനങ്ങൾ പറയുന്നു. റോഡ് യാഥാർത്ഥ്യമായാൽ പ്രദേശം മണ്ണിട്ടുയർത്താനാകും. എന്നാൽ ജനപ്രതിനിധികൾ നൽകിയ ഉറപ്പ് പാഴ്വാക്കായി. അത്യാവശ്യമായി റോഡിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം. ജനം, കൊല്ലം.